അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടെ. അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് സൺഫ്ലവർ ഓയിലാണ്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ചതച്ച വെളുത്തുള്ളി കണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടേക്ക് കോഴിമുട്ടാണ്ട് ഒഴിക്കുക. 5 ആൾക്കുള്ള സാധനമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന 5 ആൾക്കുള്ളത്. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്നുകൊണ്ട് വേവിച്ചതിൻ്റെ ശേഷം അത് ഒരു അരുവക്കുണ്ട് മാറ്റി വെക്കുക. എന്നിട്ടേക്ക് വേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ക്യാപ്സിക്കും ബീൻസും നമ്മൾ ചേർത്തുക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കട്ടോ. എന്നിട്ട് ഒരു മാഗി ക്യൂബിന് ഒറ്റ കട്ടാണ്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. മാഗി ക്യൂബിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. ഇത് നന്നായിട്ട് ഇളക്കി വേവിച്ചതിന് ശേഷം അതിലേക്ക് റൈസ് കണ്ട് ഇട്ട് കൊടുക്കുക. ഒരു 80-85% വേവിച്ചിട്ട് തണക്കാൻ വെച്ച റൈസ് ആട്ടാ. തണുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ സോയാ സോസ് കണ്ട് ഒഴിച്ച് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് പെപ്പറാണ് നമ്മൾ ഇട്ടിങ്ങനെ, വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. ഇനി വേണമെങ്കിൽ ഒരല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ, വേണ്ടവർക്ക് മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടുണ്ട് ഇളക്കി മിക്സാക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം പിന്നെ ആണ്ട് ഓഫാക്കിക്കൊള്ളും. പിന്നെ വേവാനൊന്നുമില്ല, ഇത് ഒക്കെ റൈസെല്ലാം വെന്തതിൻ്റെ ശേഷമാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ സ്പ്രിംഗ് ഒണിയൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് വാരി പതറിക്കോളും. ഒന്നും കൂടെ അങ്ങോട്ട് കുഴച്ച് മറിക്കുക. എന്നിട്ട് എടുത്തിട്ട് നല്ല ചിക്കൻ ചില്ലിയൊക്കെ കൂട്ടി ഇങ്ങനെ അടിക്കുക.